أن رسول الله صلى الله عليه وسلم أخذ بيده وقال رسول الله صلى الله عليه وسلم മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചു. വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ മുആദു, മുആദേ, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഫഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസിക യാ മുആദ്, മുആദേ, നിനക്ക് ഞാൻ ഗൗരവത്തോടു കൂടെ ഉപദേശിക്കുന്നു, ലാ തദഅന്ന ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, എല്ലാ നിസ്കാരത്തിന്റെയും പുറകെ നീ ഇങ്ങനെ പറയുന്നത് ഒഴിവാക്കാൻ പാടില്ല. എങ്ങനെ പറയുന്നത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട്, നിന്നോട് എനിക്ക് അല്ലാഹുവാണ് സത്യം, സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്റിനെ കുറിച്ചാണ് നമുക്കിന്ന് അതിന്റെ അർത്ഥം ചെറിയ രൂപത്തിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹദീസിന്റെ തുടക്കത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് പറയുന്നത്, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, അല്ലാഹുവാണ് സത്യം, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠെന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് തൗഹീദിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ട കാര്യമാണ്. തൗഹീദ് യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദുള്ള മറ്റു ആളുകളോട് സ്നേഹം സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ സ്നേഹിക്കൽ അനിവാര്യമായ കാര്യമാണ്. അൽ വല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരസ്പര സ്നേഹം വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സ്നേഹിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള മഹത്വം ധാരാളമായി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് പരിചയമുള്ള ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലി അർശി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തണൽ നൽകി അനുഗ്രഹിക്കും. അതിലൊരു വിഭാഗം ഏതാണ്? അൽ മുതഹാബ്ബാനി ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 പേർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 പേർ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്നേഹം അനിവാര്യമായിട്ടുണ്ട് എന്ന് പറയുന്നവരിൽ പെട്ടതാരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. വജബത് മഹബ്ബതി ലിൽ മുതഹാബീന ഫിയ എന്ന് തുടങ്ങുന്ന ഹദീസ് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്റെ മാർഗത്തിൽ പരസ്പരം ഇരുന്നവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിച്ചവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിച്ചവർക്ക്, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളോട് സ്നേഹം തോന്നിയാൽ ആ സ്നേഹത്തെ ഇദ്ഹാർ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കൽ, അതിനെ വെളിവാക്കൽ, അതിനെ പ്രകടമായി തന്നെ കാണിക്കൽ, പറയൽ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. ഒരു സംഭവം നോക്കൂ, അബൂ ദാവൂദ് രേഖപ്പെടുത്തുന്ന ഹദീസാണ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റജുലൻ കാന ഇൻദ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരിക്കുന്ന സമയത്ത് ഫമറ ബിഹി റജുലൻ, അതിലൂടെ വേറൊരു വ്യക്തി കടന്നുപോയി. ഫഖാല, ആ സമയത്ത് റസൂലിന്റെ അടുക്കലുള്ള ഈ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഉഹിബ്ബു ഹാദാ, ഞാൻ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ഈ വ്യക്തി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ ഫഖാല ലഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലംതഹു, നീ ആ വ്യക്തിയെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ?
അഅലംതഹു, നമ്മൾ പഠിച്ച ഇസ്തിഫാമിന്റെ അഅലംതഹു, നീ ആ വ്യക്തിയോട് ഇത് അറിയിച്ചിട്ടുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോ ആ വ്യക്തി പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അഅലിംഹു, നിന്റെ സ്നേഹം ആ വ്യക്തിയെ നീ അറിയിക്കണം എന്ന് പറഞ്ഞു. ഫലഹിഖഹു, അങ്ങനെ ഈ വ്യക്തി ആ പോയ വ്യക്തി ഉണ്ടല്ലോ, ആളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ സ്നേഹിക്കുന്നു. ഫഖാല, അപ്പൊ ആ വ്യക്തി തിരിച്ചു പറഞ്ഞു, അഹബ്ബകല്ലദീ അഹ്ബബ്തനി ലഹ്, നീ ആർക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിച്ചത് അവന്റെ മാർഗത്തിൽ അവൻ നിന്നെയും സ്നേഹിക്കട്ടെ. നീ ആർക്ക് വേണ്ടിയാണോ എന്നെ സ്നേഹിച്ചത് അവൻ നിന്നെയും സ്നേഹിക്കട്ടെ എന്നർത്ഥം വരുന്ന വാക്ക് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളോട് സ്നേഹം തോന്നിയാൽ നമ്മൾ മടിക്കാൻ പാടില്ല. നമ്മൾ അവരോട് എന്ത് പറയണം? ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ് എന്ന് പറയണം. അത് സ്വഹാബി ചെയ്ത് നമുക്ക് മാതൃക കാണിച്ച കാര്യമാണ്. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. അങ്ങനെ ഉഹിബ്ബുക ഫില്ലാഹ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളോട് എന്ത് തിരിച്ചു പറയണം? അഹബ്ബകല്ലദീ അഹ്ബബ്തനി ലഹ്, അഹബ്ബകല്ലദീ അഹ്ബബ്തനി ലഹ്. ആർക്ക് വേണ്ടിയാണോ നീ സ്നേഹിച്ചതെന്നെ അവൻ നിന്നെ സ്നേഹിക്കട്ടെ, അള്ളാഹുവിന്റെ സ്നേഹം നിനക്കുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന വാക്ക്. അപ്പൊ ഇത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉള്ള കാര്യമാണ്, അവിടുന്ന് സ്വഹാബിയോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യമാണ്. അപ്പൊ ഇദ്ഹാറുൽ ഹബ്ബ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരോട് സ്നേഹം പ്രകടമാക്കുക എന്നത് എന്താണ്? സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് അദ്ദേഹത്തോടുള്ള സ്നേഹത്തെ പ്രകടമാക്കിക്കൊണ്ട് പറയാണ്, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, അള്ളാഹുവാണ് സത്യം, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക, അള്ളാഹുവാണ് സത്യം, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം തുടങ്ങുന്നത്. അതിനു മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കൈ പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു മാതൃക ഉണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താണ്? ഒരു ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാൻ പോകുന്നത്. ആ ഉപദേശം കൊടുക്കുന്നത് എങ്ങനെയാണ്? കൈപിടിച്ച് സ്നേഹമറിയിച്ച് ഏറ്റവും മനോഹരമായ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു മുഅല്ലിമിനെ, മനോഹരമായ റസൂലിനേക്കാളും മനോഹരമായി തഅലീം ചെയ്യുന്ന ഒരു മുഅല്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന ആശയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഒന്നാലോചിച്ച് നോക്കി, അങ്ങനെ ഒരു ഉപദേശം ഒരാൾക്ക് കൊടുത്താൽ ആ മനുഷ്യനത് ജീവിതത്തിൽ മറക്കോ? ഇല്ല. ആ അമൽ, ആ പറയപ്പെടുന്ന കാര്യം, അത് തിന്മ വിരോധിക്കലാണെങ്കിലും ശരി, നന്മ കൽപ്പിക്കലാണെങ്കിലും ശരി, അത് ചെയ്യാൻ ആവേശം ഉണ്ടാകും, അത് ചെയ്യാൻ താല്പര്യം ഉണ്ടാകും. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ്, ഇന്നി ല ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നിസ്കാരത്തിന്റെയും ഉടനെ അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെയും പുറകിലായിക്കൊണ്ട് നീ ഇങ്ങനെ പറയാൻ മറക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നിസ്കാരത്തിന്റെ അവസാനത്തിലാണോ നിസ്കാരം കഴിഞ്ഞിട്ടാണോ എന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് അതിന്റെ ഏറ്റവും റാജിഹായ അഭിപ്രായം പറയാൻ എനിക്കറിയാത്തത് കൊണ്ട് പറയുന്നില്ല. എന്തായിരുന്നാലും ഉലമായിനിടയിൽ ഇഖ്തിലാഫ് ഉണ്ട് ഈ വിഷയത്തിൽ. ദുബ്റ കുല്ലി സ്വലാ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിന്റെ പുറകെ നിങ്ങൾ എന്താവണം? ഈ ദിക്ർ നിർവഹിക്കണം. അത് നിസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് അത്തഹിയാത്തിലാണ് ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ എല്ലാം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഈ ദുബ്ർ എന്ന വാക്ക് അതിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. നിസ്കാരത്തിന് ശേഷമാണോ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെയാണോ എന്ന് ഒരു ഇഖ്തിലാഫ് വരാനുള്ള കാരണം. എന്തായിരുന്നാലും നിസ്കാരത്തിന്റെ പുറകെ ഈ ദിക്ർ ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച കാര്യമാണ്. എന്താണ് ആ ദിക്ർ? ആ ദിക്റിന്റെ അർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ, എന്താ അർത്ഥം? അല്ലാഹുവേ, അല്ലാഹുമ്മ
അല്ലാഹുവേ അഇന്നി എന്നെ സഹായിക്കണമേ. ഔൻ കേട്ടിട്ടില്ലേ? ഔൻ സഹായം. നസ്തഈൻ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. നസ്തഈൻ ഇതിന്ന് വന്ന വാക്കാണ് അതൊക്കെ തന്നെ. ഔൻ സഹായം. ഇസ്തിആനത്ത് അല്ലെ കേട്ടിട്ടുണ്ടാവും. മഊനത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഔൻ സഹായം. അഇന്നി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ അല്ലാഹുവേ അഇന്നി എന്നെ നീ സഹായിക്കണമേ. അലാ ദിക്രിക് നിനക്ക് ദിക്ർ ചെയ്യാൻ. അല്ലാഹുവേ നിനക്ക് ദിക്ർ ചെയ്യാൻ നിന്റെ സഹായം എനിക്കുണ്ടാകണമേ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. ദിക്റുല്ലാ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ ദിക്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഖൈരി അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഒരു അമൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമൽ. വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ പദവികൾ ഏറ്റവും അധികം ഉയർത്തുന്ന അമൽ. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള അമൽ. അതുപോലെ തന്നെ ശത്രുവിനെ കണ്ടുമുട്ടുകയും പരസ്പരം കഴുത്ത് വെട്ടുന്നതിനേക്കാളും ഖൈറായിട്ടുള്ള അമൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറയാൻ, യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള അമൽ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ദിക്റുല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചെയ്യലാണ് എന്നുള്ളതാണ്. അപ്പോൾ ദിക്ർ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. വിശുദ്ധ ഖുർആനിൽ യുദ്ധത്തിന്റെ സമയത്ത് പോലും നമ്മളോട് നിർവഹിക്കാനായി കൽപ്പിച്ച കാര്യമാണ് എന്ത്? ദിക്റുൽ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫത്ബതു, വിശ്വാസികളെ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം? സ്ഥൈര്യത്തോടുകൂടെ നിൽക്കണം. നിങ്ങൾ പതറാതെ ഇടറാതെ നിങ്ങൾ സബാത്തോടുകൂടെ നിൽക്കണം. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ എന്ത് ചെയ്യണം? ദിക്ർ ചെയ്യണം. നമുക്ക് യുദ്ധത്തിന്റെ സമയത്ത് പോലും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? ദിക്റാണ്. ഭൗതികമായ സന്നാഹങ്ങൾ ഒരുക്കേണ്ടെന്നല്ല, അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കൽപ്പിച്ച കാര്യം എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്? ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം എന്നുള്ളതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ സഹായം പ്രതീക്ഷിക്കുന്നത് ഭൗതികമായ ആൾബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ ഒന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള സഹായമാണ് സത്യവിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും ദിക്ർ ചെയ്യണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളമായി ദിക്ർ ചെയ്യാനുള്ള കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ബീഹ് ചൊല്ലണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ മറ്റൊരായത്ത്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വൽ ഖാനിതീന വൽ ഖാനിതാതി വസ്സാദിഖീന വസ്സാദിഖാതി വസ്സാബിരീന വസ്സാബിറാതി വൽ ഖാശിഈന വൽ ഖാശിആതി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാതി വസ്സായിമീന വസ്സായിമാത് والحافظي فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പാപമോചനം ഒരുക്കി വെച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ വലിയ പ്രതിഫലം തയ്യാറാക്കി വെച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോ അതിൽ അല്ലാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണ് എന്ത്? അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനി, എല്ലാ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചെയ്തിരുന്നു എന്ന് ആര് പറയാണ്? സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന ഇൻദ ളന്നി അബ്ദി ബി, അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് അതുപോലെയാണ് ഞാൻ.
വഅന മഅഹു ഇദാ ദക്കറനി, എന്നെ അവൻ ദിക്ർ ചെയ്താൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. ഫഇൻ ദക്കറനി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി, എന്നെ അവൻ മനസ്സിൽ ഓർത്താൽ ഞാൻ അവനെയും അതുപോലെ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും, ഒരു നല്ല കൂട്ടത്തിൽ വെച്ചാണ് എന്നെ കുറിച്ച് അവൻ ദിക്ർ ചെയ്യുന്നതെങ്കിൽ, എന്നെ കുറിച്ച് അവൻ പറയുന്നതെങ്കിൽ അതിനേക്കാൾ ഖൈറായ ഒരു കൂട്ടത്തിൽ വെച്ച് അവനെ കുറിച്ച് ഞാൻ എന്താകും? ദിക്ർ ചെയ്യും. അവനെ കുറിച്ച് ഞാൻ പറയൂ എന്ന് ആര് പറയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി നമുക്കറിയാം ദിക്ർ രണ്ട് തരത്തിൽ, ഉലമാക്കൾ ദിക്റിനെ രണ്ട് തരത്തിൽ തിരിച്ചിട്ടുണ്ട് അല്ലെ? അറിയോ നിങ്ങൾക്കത്? രണ്ട് തരം. ഒന്ന് അൽ മുഖയ്യദ്, മുഖയ്യദായ ദിക്ർ. രണ്ടാമത്തേത് മുത്ലഖായ ദിക്ർ. മുഖയ്യദായ ദിക്റും മുത്ലഖായ ദിക്റും. മുത്ലഖായ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താ? മുത്ലഖ്, നിരുപാധികം എപ്പോഴും നമുക്ക് ചൊല്ലാവുന്ന ദിക്ർ. ഇപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാം, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത, ഏത് ദിക്റും നമുക്ക് എത്രയും എപ്പോഴും ചൊല്ലാവുന്നതാണ്. മുത്ലഖ്, നിരുപാധികം നമുക്ക് നിർവഹിക്കാവുന്നത്. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം സമയം, സ്ഥലം, എണ്ണം ഒക്കെ നിശ്ചയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകൾ. മനസ്സിലായില്ലേ? ഇപ്പൊ നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം, സുബ്ഹാനല്ലാഹ് 33, കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ദിക്റുകൾക്കാണ് എന്ത് പറയുന്നത്? മുഖയ്യദായ ദിക്ർ എന്ന് പറയുന്നത്. മുഖയ്യദായ ദിക്റിന്റെ സന്ദർഭം വരുമ്പോൾ അതിനെയാണ് നമ്മൾ എന്താവേണ്ടത്? മുന്തിക്കേണ്ടത്. ഇപ്പൊ നിസ്കാരത്തിന് ശേഷം ഒരാൾ പറയാണ് ഞാൻ കുറെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞാൽ അതല്ല വേണ്ടത്. ആ സമയത്ത് ഏതാ ചെയ്യേണ്ടത്? അവിടെ മുഖയ്യദായിട്ട് പഠിപ്പിക്കപ്പെട്ട ദിക്റുണ്ട്. മുഖയ്യദായി പഠിപ്പിക്കപ്പെട്ട ദിക്റുണ്ട്. അതാണ് അവിടെ മുന്തിക്കേണ്ടത്, അതാണ് നമ്മൾ അവിടെ നിർവഹിക്കേണ്ടത്. ഖുർആൻ ഓത്ത്, അതിനേക്കാൾ അവിടെ ശ്രേഷ്ഠം എന്തായിരിക്കും? അവിടെ പഠിപ്പിക്കപ്പെട്ട ദിക്റായിരിക്കും. ഖുർആൻ നല്ലതല്ല, ഒരു ഹർഫിന് 10 ഹസനത്തില്ലേ, നിസ്കാരശേഷം ഞാനിരുന്ന് ഖുർആൻ ഓതട്ടെ എന്നാണോ? അല്ല, അവിടെ മുഖയ്യദായിട്ട് പഠിപ്പിക്കപ്പെട്ട ദിക്റുണ്ട്, അത് അവിടെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രാവിലെയും വൈകുന്നേരമുള്ള ദിക്ർ ഇപ്പോ പല ആളുകളും അജ്ഞത കൊണ്ട് പറയാറുണ്ട്, ഞാൻ ആ സമയത്ത് ഇന്നത് ചൊല്ലാറുണ്ട്, അത് ചൊല്ലാറുണ്ട്, ഇത്ര സ്വലാത്ത് ചൊല്ലാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്. ശരി, ഹൈറാണ്. പക്ഷെ അവിടെ പഠിപ്പിക്കപ്പെട്ട, ആ സമയത്ത് പഠിപ്പിക്കപ്പെട്ട ദിക്റുണ്ട്, അതാണ് ആദ്യം നമ്മൾ മുന്തിക്കേണ്ടത്. അത് നിർവഹിച്ചിട്ടാണ് ബാക്കിയുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് തന്നെ. അപ്പൊ അതാണ് അവിടെ മുന്തിക്കേണ്ടത്. മുഖയ്യദായ ദിക്റാണ് നമ്മൾ എന്താ വേണ്ടത്? മുന്തിക്കേണ്ടത്. ഈ മുഖയ്യദായ ദിക്ർ, അതിന് പ്രത്യേക എണ്ണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എണ്ണത്തിൽ മാത്രമേ അത് നിർവഹിക്കാനായി പാടുള്ളൂ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിക്കാത്ത ഒരു എണ്ണം മുത്ലഖായ ദിക്റിനെ നമ്മൾ നിർണയിക്കാൻ പാടില്ല. അത് നിരുപാധികം നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ മുഖയ്യദ്, മുത്ലഖ് മനസ്സിലായല്ലോ. മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം നിർവഹിക്കേണ്ടത്. മുത്ലഖ് സ്വാതന്ത്ര്യം ഉള്ളതെന്നുള്ള അർത്ഥത്തിൽ. ത്വലാഖ് മോചിപ്പിച്ചു കൊടുക്കലല്ലേ മുത്ലഖ്, അതിൽ നിന്ന് വന്ന വാക്കാണത് മുത്ലഖ്. സ്വതന്ത്രമായിട്ട് എപ്പോഴും നിരുപാധികം, ഉപാധികളൊന്നുമില്ലാതെ നിർവഹിക്കുന്ന ദിക്ർ. അതുപോലെ തന്നെ മുഖയ്യദ് എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയം, എണ്ണം, സാഹചര്യമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളതിനെയാണ് മുഖയ്യദായ ദിക്ർ എന്ന് പറയുന്നത്. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം ആകണം. നമ്മുടെ വീട്ടിൽ എന്ത് വേണം? ദിക്റുള്ള നിലനിർത്താൻ നമുക്ക് സാധിക്കണം. വീട്ടിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദി യുസ്കറുല്ലാഹു ഫി വൽ ബൈത്തില്ലദി ലാ യുസ്കറുല്ലാഹു ഫി മസലിൽ ഹയ്യി വൽ മയ്യിത്ത്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീടും ദിക്ർ ചെയ്യാത്ത വീടും എന്തുപോലെയാണ്? ജീവനുള്ളതും ജീവനില്ലാത്തതും പോലെയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന വീടിനാണ് എന്തുള്ളത്? ജീവനുള്ളത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്ത വീടുകൾ അതെന്താണ്? ജീവനില്ലാത്ത വീടുകളാണ്. പ്രത്യേകിച്ച് വീട്ടിൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ഉണ്ടാവും, അത് പ്രത്യേകം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അർ-റജുലു ബൈത ഫദക്കറ അല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തുആമി ഖാല അശ്-ശൈത്വാൻ ലാ മബീത ലക്കും വലാ അശാ. ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്തുള്ള ദിക്ർ ചൊല്ലിയാൽ ഷെയ്ത്താൻ, അതുപോലെ തന്നെ ഭക്ഷണ സമയത്തുള്ള ദിക്ർ ചൊല്ലിയാൽ ഷെയ്ത്താൻ തന്റെ കൂട്ടാളികളോട് പറയും, നിങ്ങൾക്ക് ഇവിടെ താമസവും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണവും ഇല്ല എന്ന് പറയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ ദുഖൂലി. ഒരു മനുഷ്യൻ വീട്ടിൽ കയറുമ്പോൾ ഉള്ള ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഖാല ഷൈത്വാൻ, ഷൈത്വാൻ പറയും,
അദ്റക്തുമുൽ മബീത്, നിങ്ങൾക്കുള്ള രാത്രി താമസം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വഇദാ ലം യദ്കുരില്ലാഹ ഇൻദ ത്വആമി, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയിട്ടില്ലെങ്കിൽ എന്ത് പറയും? അദ്റക്തുമുൽ മബീത വൽ അശ, രാത്രി ഭക്ഷണവും താമസവും നിങ്ങൾ എന്തായിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ശൈത്താൻ തന്റെ കൂട്ടാളികളോട് പറയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ ഇതുപോലുള്ള ദിക്റുകളൊക്കെ ശ്രദ്ധിക്കാതെ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്ർ ചൊല്ലാതെ, അതുപോലെ തന്നെ പ്രവേശിക്കുമ്പോഴുള്ള ദിക്റുള്ള അത് ശ്രദ്ധിക്കാതെ നമ്മൾ ശൈത്താനിന് രാത്രി ഭക്ഷണവും രാത്രി താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്, അസ്വസ്ഥതയാണ്, വിഷമങ്ങളാണ്, ദുരിതങ്ങളാണ്, പൈശാചിക ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ദിക്റുകളൊക്കെ നമ്മൾ എന്താവണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ എന്താക്കരുത്, മഖ്ബറകളാക്കി മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ ദിക്റുള്ള എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യമാണ്. എത്രത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു ആയത്ത് അല്ലെ, ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? ഫസ്ബത്തു, നിങ്ങൾ സബാത്തോടു കൂടെ നിൽക്കണം, ഉറച്ചു നിൽക്കണം. എന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി ദിക്ർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായിട്ടുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും പലപ്പോഴും ഖൈറായിട്ടുള്ള അമൽ ഏതാണ്? ദിക്റുള്ളയാണ്. അപ്പൊ ദിക്റുള്ളയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അള്ളാഹുവേ അഇന്നി, എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക്, നിനക്ക് ദിക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ. മനസ്സിലായല്ലോ അല്ലെ? രണ്ടാമത് എന്താ പറയുന്നത്? വശുക്രിക്, നിനക്ക് നന്ദി ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ. ശുക്ർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. ശുക്ർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്ദി ചെയ്യുന്നവർ ആകണം എന്നുള്ളതാണ്. നന്ദി, ഈ ശുക്ർ എന്നതിന് പണ്ഡിതന്മാർ കൊടുത്ത രണ്ട് വാക്കുകളാണ്. അതിന് ശുക്രിനുള്ള രണ്ട് വിളിപ്പേരുകളാണ് ജാലിബ്, ഹാഫിൽ. ജാലിബ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുവരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഹാഫിൽ എന്ന് പറഞ്ഞാലോ സംരക്ഷിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ശുക്രിന്റെ രണ്ട് പേരുകളാണ് എന്ത്? ജാലിബും ഹാഫിലും. എന്താണ്? ജാലിബ്, ഹാഫിൽ, ശുക്രിന്റെ രണ്ട് പേരുകളാണ്. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ഉലമാക്കൾ പറയുന്നു, ലിഅന്നഹു യഹ്ഫദു നിഅമൽ മൗജൂദ, നമുക്ക് നിലവിലുള്ള അനുഗ്രഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നതാണ് എന്ത്? ശുക്ർ, നന്ദി എന്നുള്ളത്. നമുക്ക് അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ, ആസ്വദിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള വലിയ പേടി എന്താ? ഇതെപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകാന്നുള്ളൊരു പേടി നമുക്കുണ്ടാകും. എന്നാൽ ശുക്ർ എന്നത്, അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നത് നിലവിലുള്ള അനുഗ്രഹത്തെ സംരക്ഷിക്കും. അതുപോലെ തന്നെ വയജിലിബു നിഅമൽ മഫ്ഖൂദ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ വലിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. മനസ്സിലായില്ലേ? ശുക്രിന്റെ രണ്ട് പേരാണ് ജാലിബ്, ഹാഫിൽ. ജാലിബ് വലിച്ചു കൊണ്ടുവരുന്നത് പേര് വരാനുള്ള കാരണം നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ തിരിച്ചു കൊണ്ടുവരും നന്ദിയുള്ളവരായാൽ. അതുപോലെ തന്നെ നിലവിലുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കും എന്തായാൽ? നന്ദി ഉള്ളവരായാൽ. അതുകൊണ്ടാണ് ശുക്രിനെ ജാലിബ്, ഹാഫിൽ എന്ന് പേര് വന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. വഇത്തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, നിങ്ങൾ സർഫ് പഠിച്ചവരാണെങ്കിൽ അറിയാം, ലഅസീദന്ന, അസീദു എന്ന് പറഞ്ഞാൽ തന്നെ വർദ്ധിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അസീദു, ഞാൻ വർദ്ധിപ്പിച്ചു തരും. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ലഅസീദന്ന, ഒരു നൂന് തുടക്കത്തിൽ ചേർത്ത് അവസാനത്തിൽ ഒരു ഷദ്ദുള്ള, ഒരു ലാമ് തുടക്കത്തിൽ ചേർത്ത് അവസാനത്തിൽ ഒരു ഷദ്ദുള്ള നൂനും ചേർത്ത് ലഅസീദന്ന എന്നാണ് പറഞ്ഞത്. എന്റെ അർത്ഥം എന്താ? തീർച്ചയായും ഞാൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. ലഅസീദന്ന, ലഇൻ ശകർതും,
നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നക്കും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പൊ ശുക്ർ ചെയ്താൽ അതുകൊണ്ടുള്ളൊരു നേട്ടാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വർദ്ധിപ്പിച്ച് തരും എന്നുള്ളത്. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും, ഇന്ന ശുക്രൻ നിഅമതി യകൂനു ബിൽ ഖൽബി വൽ ലിസാനി വൽ ജവാരിഹ്. ഈ നന്ദി എന്നുള്ളത് എങ്ങനെയാണ്? അത് കൽബ് കൊണ്ട് വേണം, നാവ് കൊണ്ട് വേണം, അതുപോലെ തന്നെ അവയവങ്ങൾ കൊണ്ട് നന്ദി കാണിക്കണം. എങ്ങനെ? കൽബ് കൊണ്ട് വേണം, നാവ് കൊണ്ട് വേണം, അവയവങ്ങൾ കൊണ്ട് നമ്മൾ നന്ദി കാണിക്കണം. കൽബ് കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹങ്ങളെ തിരിച്ചറിയലാണ്. അനുഗ്രഹങ്ങളെ തിരിച്ചറിയലാണ്. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് അനുഗ്രഹങ്ങളാണ് എന്നുള്ള ധാരണ പോലും ഇല്ലാതെ ജീവിക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ, അല്ലെ? നമ്മൾ അനുഭവിക്കുന്നത് ഇതൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്താണ് എന്ന തിരിച്ചറിവുണ്ടാവുക എന്നതാണ് ഖൽബ് കൊണ്ടുള്ള നന്ദി. ഖൽബ് കൊണ്ടുള്ള നന്ദി അതാണ്. നാവ് കൊണ്ടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ് കൊണ്ട് അതിനെ ഹംദ് ചെയ്യലാണ്, അള്ളാഹുവിനെ സ്തുതിക്കലാണ്. ഇനി അവയവങ്ങൾ കൊണ്ടെങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നന്ദി കാണിക്കുക? ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ, അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്ന രൂപത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ത്വാഅത്ത് ചെയ്യുന്ന രൂപത്തിൽ ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുക എന്നതാണ് അവയവങ്ങൾ കൊണ്ട് നമ്മൾ കാണിക്കേണ്ട നന്ദി. അപ്പോ 3 രൂപത്തിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുന്നവർ ആയിരിക്കണം. ഒന്നാമത്തേത് ഖൽബ് കൊണ്ട്, അനുഗ്രഹത്തെ തിരിച്ചറിയലാണ് ഖൽബ് കൊണ്ടുള്ള നന്ദി. അതുപോലെ തന്നെ നാവ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കലാണ് നാവ് കൊണ്ടുള്ള നന്ദി. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹം, അത് അവയവങ്ങളാകട്ടെ, സമയമാകട്ടെ, ഉപകരണങ്ങളാകട്ടെ, എന്തുമാകട്ടെ, ആ അനുഗ്രഹം അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഉപയോഗിക്കലാണ് നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ഈ 3 രൂപത്തിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീനിൽ പറയുന്നത് കാണാൻ സാധിക്കും, അശ്ശുക്രു, നന്ദി എന്ന് പറയുന്നത് ളുഹൂറു അസരി നിഅമത്തില്ലാഹി അലാ ലിസാനി അബ്ദിഹി സനാഅൻ വഇഅ്തിറാഫൻ, നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടും അള്ളാഹുവിനെ നന്ദി പറയലാണ്. വഅലാ ഖൽബിഹി ശുഹൂദൻ വമഹബ്ബതൻ, സാക്ഷ്യം വഹിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും ഖൽബ് കൊണ്ട് കാണിക്കലാണ്. വഅലാ ജവാരിഹിഹി ഇൻഖിയാദൻ വത്വാഅ, അള്ളാഹുവിനെ കീഴ്പ്പെട്ടും അനുസരിച്ചുകൊണ്ടും അവയവങ്ങൾ കൊണ്ടും കാണിക്കലാണ് നന്ദി എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജ് സാലിക്കീനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ നന്ദി നമ്മൾ എന്താവണം? ഈ 3 രൂപത്തിലും കാണിക്കണം. ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ അള്ളാഹുവിനെ നന്ദിയുള്ളവനാണ് എന്ന് നിരന്തരം നാവ് കൊണ്ട് പറയുന്നത് കൊണ്ട് എന്താവൂല? നന്ദി ആവില്ല. ഖൽബ് കൊണ്ട് തിരിച്ചറിഞ്ഞ് നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച് ആ അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെ നന്ദി എന്ന് പറയുന്നത്. ഇനി ഈ നന്ദി അത് സിഫത്തുൽ അംബിയ, മഹാന്മാരായ അംബിയാക്കളുടെ സിഫത്താണ്, അവരുടെ വിശേഷണമാണ്, അവരുടെ ഗുണത്തിൽപ്പെട്ടതാണ് നന്ദി എന്നുള്ളത്. നൂഹ് നബിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും, ദുർരിയത മൻ ഹമൽനാ മഅ നൂഹിൻ ഇന്നഹു കാന അബ്ദൻ ശകൂറ. നൂഹ് നബിയെ കുറിച്ച് അല്ലാഹു പറയുന്നു, അദ്ദേഹം നന്ദിയുള്ള അടിമയായിരുന്നു. ആരെക്കുറിച്ചാ? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ ഷാകിറൻ ലിഅൻഉമിഹി, അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ആര് പറഞ്ഞു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാലുകളിലും നീര് കെട്ടുമാറി നിന്ന് നമസ്കരിക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ,
അങ്ങേക്ക് കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടില്ലേ? എന്തിനാണ് റസൂലെ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് അള്ളാഹുവിന്റെ റസൂലെ ചെയ്യുന്നത് എന്ന രൂപത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിന്റെ 2 കാലിലെ നീര് കണ്ട് വിഷമിച്ചുകൊണ്ട് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള അടിമ ആകേണ്ടയോ എന്നാണ്. ഞാൻ നന്ദിയുള്ള അടിമ ആകേണ്ടയോ എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്. അപ്പോ മഹാന്മാരായ അമ്പിയാക്കളുടെ സിഫത്തിൽപ്പെട്ടതാണ് എന്ത്? നന്ദി കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ അമ്പിയാക്കളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കി. അവർ അനുഗ്രഹിച്ച അല്ലെങ്കിൽ അവർ അനുഭവിച്ച അനുഗ്രഹങ്ങൾ അതെന്തായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം വലിയ ഭൗതികമായ വലിയ ആഡംബരങ്ങളിലൊക്കെ ജീവിച്ച് ആകെ ആ രൂപത്തിലായിരുന്നോ? അല്ല. അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യയെയും മകനെയും ആരാരുമില്ലാത്ത മക്കയിൽ അദ്ദേഹത്തിന് കൊണ്ട് ചെന്ന് ആക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അദ്ദേഹത്തെ ഭാര്യയെയും മകനെയും എവിടെ ആക്കേണ്ടി വന്നിട്ടുണ്ട്? മക്കയിലാക്കേണ്ടി വന്നിട്ടുണ്ട്. ഭൗതികമായി ഒരു സൗകര്യമില്ലാത്ത ജനങ്ങൾ ആരുമില്ലാത്ത മക്കയിൽ ആക്കി തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം അവരെ കൊണ്ടാക്കി തിരിച്ചു പോരുന്ന രംഗമൊക്കെ ഹദീസിൽ വിവരിക്കും. നിങ്ങളത് വായിക്കണം കേട്ടോ. അത് ആ ഹദീസൊക്കെ കണ്ടെത്തി ആ സംഭവം വായിക്കണം. നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കീഴ്പ്പെട്ട രൂപമൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഹാജറിന്റെ വർത്തമാനം, തിരിച്ചു പറഞ്ഞ വർത്തമാനങ്ങൾ, ഹാജർ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞ വാക്കിലുള്ള ഓരോ വാക്കിലും വലിയ ഗുണപാഠങ്ങളാണ് നമുക്കുള്ളത്. ഓരോ വാക്കിലും സഹോദരിമാർക്കുള്ള ഒരുപാട് ഗുണപാഠങ്ങൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിലപാടിലും അദ്ദേഹം ചെയ്ത കാര്യത്തിലും നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് പാഠങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം പിതാവിന്റെ ഭാഗത്ത് നിന്ന് പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നാട്ടുകാർ എതിരായിട്ടുണ്ട്, ഭരണകൂടം എതിരായിട്ടുണ്ട്. അദ്ദേഹത്തെ വലിയ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു കൊല്ലാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഭൗതികമായി വെച്ച് നോക്കുമ്പോൾ എന്ത് സുഖമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെ നന്ദിയുള്ള ആളായിരുന്നു എന്ന് ആര് പറയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അദ്ദേഹം അനുഭവിക്കുന്ന ത്യാഗങ്ങളെ കുറിച്ച് എടുത്ത് പറഞ്ഞ് അതാലോചിച്ച് നടന്ന ആളല്ല, മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ നിഅമത്തിനെ കുറിച്ച് ആലോചിച്ചു. ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കാൻ, തൗഹീദും അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് മുറുകെ പിടിക്കാൻ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇല്ല. അപ്പോ അത് തിരിച്ചറിഞ്ഞ് ജീവിച്ച ആളായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അല്ലേ? 3 ദിവസം തുടർച്ചയായി അടുപ്പ് പുകഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കുടുംബത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും നമുക്കൊരു ഓർമ്മ പോലും ഉണ്ടാവും ആ രൂപത്തിലുള്ള ഒരവസ്ഥ. അടുപ്പ് പുകയാൻ മാത്രമുള്ള ഒരു ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല. വിശപ്പ് കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നാട്ടിൽ എല്ലാവരും പട്ടിണി ആയതുകൊണ്ട് സ്വാഭാവികമായും ആ അവസ്ഥ അനുഭവിച്ചതല്ല. ആ നാട്ടിൽ സുഭിക്ഷമായി ജീവിച്ച ആളുകൾ ഉണ്ടായിരിക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചത്. നാട്ടിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത്, ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്നാണ്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഓർത്ത് അതിന് നന്ദിയുള്ളവനാകേണ്ടയോ എന്നാലോചിച്ച് ജീവിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്ക്. സ്വന്തം മകൻ പോലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ മകൻ കാഫിറായതുകൊണ്ട് മുങ്ങിച്ചാവേണ്ട അവസ്ഥ മകന് വരികയാണ്. അദ്ദേഹത്തിന്റെ കണ്ണാൽ അത് കാണേണ്ട അവസ്ഥ അദ്ദേഹത്തിന് വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പറയുന്നുണ്ട്,
ഇതെന്റെ മകനാണ് എന്ന രൂപത്തിൽ, എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന രൂപത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയല്ല എന്ന കാരണത്താൽ ആ മകൻ അനുഭവിക്കേണ്ടി വരും എന്ന രൂപത്തിൽ പ്രതികരിച്ചതുമെല്ലാം നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓതിയവരാണ്, വായിച്ചവരാണ്. അപ്പോ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് അനുഭവിച്ചത്? എന്നിട്ടും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തെരഞ്ഞു പിടിച്ചതിന് നന്ദിയുള്ള ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്താവണം? മഹാന്മാരായ ഈ അംബിയാഇന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദിയുള്ളവർ ആയിത്തീരണം എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളുടെ സിഫത്തായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്ദിയെ പറയുന്നതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ എന്താണ്? ഖൈറാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനല്ലാത്ത മറ്റൊരാൾക്കും അതില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനൊരു സന്തോഷം വന്നാൽ അവൻ ശക്കർ, നന്ദി കാണിക്കും. വകാന ഖൈറല്ല, അതവനിക്ക് ഖൈറായിരിക്കും. അപ്പൊ മുഅ്മിനിന്റെ പ്രത്യേകതയാണ് അനുഗ്രഹം ലഭിച്ചാൽ നന്ദി കാണിക്കുക എന്നുള്ളത്. അനുഗ്രഹം കാണിച്ചാൽ നന്ദി കാണിക്കുക എന്നുള്ളത്. അനുഗ്രഹം ലഭിച്ചാൽ നന്ദി കാണിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ സിഫത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ നന്ദി കാണിക്കുക എന്നത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്. അള്ളാഹു പറഞ്ഞു, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും. അള്ളാഹു പറയാണ്, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. എത്രത്തോളം? നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയും നന്ദി കാണിക്കുന്നവർ ആവുകയും ചെയ്യുന്നിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖതാദ റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ജല്ല തനാഉ ലാ യുഅദ്ദിബു ശാകിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ നന്ദി കാണിക്കുന്ന ആളുകളെ ശിക്ഷിക്കുകയില്ല. നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ആ പറയപ്പെട്ട 3 രൂപത്തിൽ, ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നന്ദി കാണിക്കണം. അതുപോലെ തന്നെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ വലിയ പ്രതിഫലമാണ് നന്ദി കാണിക്കുന്ന ആളുകൾക്കുള്ളത്. അല്ലാഹു പറഞ്ഞു, വസനജിസി ശാകിരീൻ, നന്ദി കാണിക്കുന്ന ആളുകൾക്ക് നാം പ്രതിഫലം നൽകും. വസയജിസില്ലാഹു ശാകിരീൻ, നാം നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുന്ന ആളുകൾക്ക് എന്താകും? പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ നന്ദി കാണിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഖലീലും മിൻ ഇബാദിയ ശകൂർ, നന്ദി കാണിക്കുന്ന ആളുകൾ എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഖലീൽ, വളരെ കുറവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ നന്ദി കാണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഓരോ നിസ്കാരത്തിന്റെ പുറകെയും അല്ലാഹുവേ നിനക്ക് നന്ദി കാണിക്കാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അല്ലെ? ആ പ്രാധാന്യം നമുക്കത് മനസ്സിലാക്കി തരുന്നത്. അത്രയും ഓരോ നമസ്കാരത്തിന്റെയും പുറകെ ഇത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രധാനപ്പെട്ട ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി കാണിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്താ? വഹുസ്നി ഇബാദതിക്, വഹുസ്നി ഇബാദതിക്, ഏറ്റവും നല്ല രൂപത്തിൽ ഹുസ്നി ഇബാദത്തിനും ഹുസ്നി ഇബാദത്തിക്, ഏറ്റവും നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാനും എന്നെ നീ എന്താവണമേ? സഹായിക്കണമേ. എന്താ അതിന്റെ അർത്ഥം? ഹുസ്നി ഇബാദത്തിക്ക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ ആയത്ത്, അല്ലെ? ആദ്യ ഭാഗത്തുള്ള ആയത്ത്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു പറയാണ്, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും പടച്ചവനാണ് അവൻ. ലിയബ്ലുവക്കും, എന്തിനു വേണ്ടിയിട്ട്? ലിയബ്ലുവക്കും, നിങ്ങളെ
ബലാ ചെയ്യാൻ, നിങ്ങളെ പരീക്ഷിക്കുവാൻ. അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ. അത് തന്നെയാണ് വഹുസ്നി ഇബാദത്തിക എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം. അഹ്സനു അമല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുറെ ഇബാദത്ത് ചെയ്യാന്നാണോ? അല്ല. മുഫസ്സിരീങ്ങൾ പറയുന്നു അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത്. അതാരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത് എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കേണ്ടത്? ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ എന്ന് അങ്ങനെയാണ് പറയുന്നത്. അക്സറു അമല എന്നാണ് പറയുന്നത്. അള്ളാഹു എന്താ പറഞ്ഞത്? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. അഹ്സനു അമല, ഏറ്റവും ഇഹ്സാനോടുകൂടെ ഹുസ്നു ആയിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് പരിശോധിക്കാനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ചത്. എന്താ അഹ്സൻ എന്ന് പറഞ്ഞാൽ? ഇഖ്ലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് ചേർന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? അഹ്സൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്തും ഭൗതികമായ ഒരു നേട്ടങ്ങൾക്കും വേണ്ടിയാകരുത് എന്നുള്ളതാണ്. ഏത് ഇബാദത്തും, ഏറ്റവും ചുരുങ്ങിയത് ഒരാളോടൊരു പുഞ്ചിരിക്കുന്നത് പോലും, അല്ലെ? പുഞ്ചിരിക്കൽ എന്താണ്? ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് ഒന്നിനെയും നീ നിസാരായി കാണേണ്ട. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖിൻ, പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടലാണെങ്കിൽ പോലും നീ അതിനെ നിസാരായിട്ട് കാണണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാണ്. പുഞ്ചിരിക്കൽ എന്താണ്? ഇബാദത്താണ്. ആ പുഞ്ചിരിക്കുന്നത് പോലും നമ്മൾ എന്തിനു വേണ്ടിയാകരുത്? തിരിച്ചു പുഞ്ചിരി ലഭിക്കാനോ തിരിച്ച് പരിഗണന ലഭിക്കാനോ ഒന്നും ആവരുത്. ആ പുഞ്ചിരിക്കുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയാണ്. സ്വതക്ക കൊടുക്കുമ്പോ നമ്മൾ ആർക്കാണോ സ്വതക്ക കൊടുത്തത് അവർ നമ്മളെ കാണുമ്പോൾ ആദരിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ നല്ല വാക്ക് പറയണമെന്നോ നമ്മളോട് നന്ദി കാണിക്കണമെന്നോ ആവാൻ പാടുണ്ടോ? ഇല്ല. സ്വർഗവാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആയത്തറിയില്ലേ? എന്താ പറഞ്ഞത്? സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്വർഗവാസികളെ കുറിച്ച് അവർ പറയുന്ന വർത്തമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അങ്ങനല്ലേ? വലാ ശുകൂറ എന്നല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, സ്വർഗവാസികൾ പറയാണ്, ഞങ്ങൾ ഭക്ഷണം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിവജ്ഹില്ലാഹ്, സ്വർഗത്തിൽ ചെന്ന് അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് തിരിച്ചൊരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വലാ ശുകൂറ, നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. തിരിച്ച് ചില ആൾക്കാർ സ്വതക്ക കൊടുത്തിട്ട് ഒന്നും വേണ്ട, ദുആ ചെയ്താൽ മതി എന്നൊക്കെ പറയുമല്ലോ. അതുപോലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുന്നുണ്ട്. തിരിച്ചൊരു ദുആ പോലും നമ്മൾ എന്താവേണ്ട, അവരിൽ നിന്ന് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ലാ നുരീദു മിൻകും ജസാഅ, തിരിച്ചൊരു ജസാക്കല്ലാഹു ഖൈറൻ, തിരിച്ചെന്തെങ്കിലും ഒന്ന്, നല്ല വാക്കൊരു പുഞ്ചിരി, നമ്മളെ കാണുമ്പോൾ ഒരു ആദരവ്, ബഹുമാനം, നമ്മളോടൊരു ഇഷ്ടം പ്രതീക്ഷിക്കാൻ പാടില്ല. ലാ നുരീദു മിൻകും ജസാഅൻ, തിരിച്ച് ജസാഅൻ, അൽ ജസാ എന്നല്ല പറഞ്ഞത്, ജസാഅൻ നക്കിറയായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ നഹ്വ് പഠിക്കുമ്പോൾ അത് അറിയാൻ പറ്റും. ജസാഅൻ, ഒരു പ്രതിഫലവും അത് വലിയ രൂപത്തിലുള്ളതാകട്ടെ ചെറിയ രൂപത്തിൽ ഒന്നും, തിരിച്ചൊരു കാര്യവും ഞങ്ങൾ എന്താകുന്നില്ല, പ്രതിഫലമായി പകരമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വലാ ശുക്കൂറ, നന്ദിയും ഞങ്ങൾ എന്താകുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഭക്ഷണം കൊടുക്കുക വലിയൊരു ഇബാദത്താണ്. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രോത്സാഹിപ്പിച്ച വലിയ ഇബാദത്താണ് ഇത്ആം. എന്നാൽ അത് ചെയ്യുമ്പോൾ പോലും സ്വർഗവാസികൾ, സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ, അവരുടെ പ്രത്യേകതയാണ് തിരിച്ചെന്ത് പ്രതീക്ഷിക്കൂല, പ്രതിഫലമോ നന്ദിയോ പ്രതീക്ഷിക്കൂല. ബാക്കി എന്താ ആയത്തിന്റെ
ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. പിന്നെ ഇന്ന നഖാഫു മിൻ റബ്ബിന അല്ലേ, ഇന്നാ നഖാഫു മിൻ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. ഞങ്ങൾ പേടിക്കുന്നത് എന്താണ്? മുഖം ചുളിയുന്ന ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നത്. ഇന്നാ നഖാഫു മിൻ റബ്ബിന, ഞങ്ങളെ പടച്ച, ഞങ്ങൾക്ക് റിസ്ഖ് തന്ന, ഞങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിൽ നിന്ന് ഞങ്ങൾ പേടിക്കുന്നത് മുഖം ചുളിയുന്ന ഒരു ദിവസത്തെയാണ് ഞങ്ങൾ പേടിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. ഇന്നാ നഖാഫു മിൻ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗം, അന്നത്തെ ദിവസത്തെ ഷർറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും. വലഖാഹും നദ്റതൻ വസുറൂറ, അവർക്ക് സന്തോഷം നൽകും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, അവർ ക്ഷമിച്ചത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് നൽകും? പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു പറയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിലേ ഭക്ഷണം നൽകിയിട്ട് സ്വതക്ക കൊടുത്തിട്ട് തിരിച്ച് ഒന്നും ആഗ്രഹിക്കാതിരിക്കാൻ പറ്റണമെങ്കിൽ, തിരിച്ച് നമ്മൾ ആർക്കാണോ സഹായിച്ചത് അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിഗണന ഉണ്ടായിട്ടില്ലെങ്കിൽ, അവിടൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? നല്ല ക്ഷമ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം അത്രയും പ്രതീക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇഖ്ലാസ് നമ്മളിൽ അത്രയും ഉണ്ടാകണം. അത്രയും ഇഖ്ലാസ് നേടിയെടുക്കാൻ നമ്മൾ സബ്റോടുകൂടെ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ക്ഷമിച്ചത് കാരണത്താൽ വജസാഹും ബിമാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ അവർക്ക് എന്താണ്? നാം പ്രതിഫലം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെ നിബന്ധന എന്താണ്? ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാത്ത ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട, അല്ലാഹു അത് സ്വീകരിക്കില്ല. എന്തൊക്കെ തന്നെ ചെയ്താലും, നമ്മൾ മുമ്പ് ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കണില്ല. ഓർമ്മയില്ലേ നമ്മൾ അർബൗനിന്റെ മേൽ പറഞ്ഞ ഹദീസ്? 3 ആൾക്കാര് നരകത്തിലേക്ക് മുഖം കുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ത്തും. ഒന്നാമത്തേത് ആരാണ്? ഖുർആൻ ഓതുന്ന ഹാഫിളാണ്, ഖുർആൻ പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, അല്ലെ? എത്ര കഷ്ടപ്പെട്ട് ഖുർആൻ ഹാഫിളായ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ മുഖം കുത്തി വലിക്കുന്നതാണ്. എന്താ കാരണം? ആള് പഠിച്ചത് അള്ളാഹുവിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയാണ്, ആളുകൾ പരിഗണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രതിഫലം കിട്ടൂല എന്ന് മാത്രമല്ല, നരകത്തിൽ മുഖം കുത്തി വലിക്കുന്നതാണ്. മറ്റൊരാളോ ഷഹീദാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ തന്നെ കളഞ്ഞവൻ. പക്ഷെ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? ആളുകൾ നല്ല ധീരനാണെന്ന് വാഴ്ത്തിപ്പാടാനായിരുന്നു അവന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നരകത്തിൽ മുഖം കുത്തി വലിക്കൂ എന്നുള്ളതാണ്. മറ്റൊരാളോ എന്തൊരവസരം ഉണ്ട് അവിടൊക്കെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളാണ്. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താ? അള്ളാഹുവിന്റെ തൃപ്തിയല്ല. ആളുകൾ നല്ല ജവാദാണ്, നല്ല ദാനധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയുന്നതായിരുന്നു അയാളുടെ താല്പര്യം. അതുകൊണ്ട് തന്നെ പ്രതിഫലം കിട്ടിയില്ല എന്ന് മാത്രമല്ല, നരകത്തിൽ മുഖം കുത്തി വലിക്കപ്പെടും എന്നുള്ളതാണ്. ഇഖ്ലാസ് അത്രയും പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നത് അമലിന്റെ വലുപ്പമോ ഭംഗിയോ ഒന്നും നോക്കിയിട്ടല്ല, മറിച്ച് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഉക്തുമിൽ ഹസനാത്ത് കമാ തക്തുമുസ് സയ്യിആത്ത്. തിന്മകൾ മറച്ചു വെക്കുന്നത് പോലെ നന്മകളെ മറച്ചു വെക്കണം. തിന്മകൾ നമ്മൾ മറച്ചു വെക്കൂലേ? നമ്മുടെ തിന്മകൾ ആരും കാണാൻ നമുക്ക് ഒരു താല്പര്യവും ഉണ്ടാവൂല. നമ്മൾ എത്ര സൂക്ഷിക്കും, എത്ര പേടിക്കും അത് വെളിപ്പെടുന്നതിന്, ആളുകൾ അറിയുന്നതിന് എത്ര നമ്മൾ പേടിക്കും, അല്ലേ? നമ്മൾ പേടിക്കും. സലീമായൊരു മനുഷ്യനാണെങ്കിൽ പേടിക്കും. എന്നാൽ തിന്മകൾ നിരന്തരം ചെയ്ത് ധിക്കാരിയായ കുഫ്രിന്റെ വക്കീലെത്തിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്റെ തിന്മ പരസ്യമാകുന്നതൊന്നും അവനൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അത് മറ്റൊരു വിഷയം. എന്തായിരുന്നാലും സലീമായൊരു മനുഷ്യനാണെങ്കിൽ അവന്റെ തിന്മകൾ വെളിപ്പെടുന്നതിനെ പേടിക്കും. അതുപോലെ തിന്മകളെ മറച്ചു വെക്കുന്നത് പോലെ നന്മകളെ മറച്ചു വെക്കണമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ചരിത്രം. ഒരു സലഫുകളിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ പേരെല്ലാം ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ മറന്നുപോയി. അദ്ദേഹം സുന്നത്ത് നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പ് വർഷങ്ങളോളം അദ്ദേഹം തുടർച്ചയായി, അല്ലെങ്കിൽ ആ പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ, ആ സുന്നത്തിൻ്റെതായ രൂപത്തിൽ അദ്ദേഹം ആവർത്തിച്ച് നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം നോമ്പ് നോൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് എന്താകും? ഭക്ഷണം കൊണ്ടുപോകും.
ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും, എന്നിട്ട് ആ ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യും. ഭാര്യയ്ക്ക് പോലും അറിയാത്ത രൂപത്തിൽ അദ്ദേഹം സുന്നത്ത് നോമ്പുകൾ ധാരാളമായി പിടിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടോ ഇപ്പോ എത്രയോ വർഷങ്ങൾ, എത്രയോ ആണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മൾ ഇവിടെ ഇരുന്ന പോലെ, അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയതാണ്, അദ്ദേഹം മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഓർക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അറിഞ്ഞു, പിന്നീട് നാട്ടുകാരറിഞ്ഞു, നമ്മൾ പോലും അറിഞ്ഞു എന്നുള്ളതാണ്. വർഷങ്ങൾക്കിപ്പുറം നമ്മൾ പോലും അറിയുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മരണശേഷമോ മറ്റോ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദിക്റിനെ, അദ്ദേഹത്തിന്റെ കീർത്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി എന്നുള്ളതാണ്. റഹിമഹുല്ലാഹ്. എന്നാലോചിച്ച് നോക്കിയേ, അള്ളാഹുവിന് വേണ്ടി ചെയ്തപ്പോ ഭാര്യ പോലും അറിയാത്ത രൂപത്തിൽ അദ്ദേഹം മറച്ചു വെക്കാൻ പരിശ്രമിച്ചപ്പോ പിന്നീട് ഭാര്യ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, നമ്മൾ പോലും അറിയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദിക്റിനെ അള്ളാഹു ഉയർത്തി എന്നുള്ളതാണ്. ആ രൂപത്തിലായിരുന്നു മുൻഗാമികളിൽപ്പെട്ട ആളുകൾ. അദ്ദേഹം സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് ആരെങ്കിലും കടന്നു വന്നാൽ അദ്ദേഹം എന്താകും, വസ്ത്രത്തിൽ ഖുർആൻ മറച്ചു വെക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ തിന്മ ചെയ്യുന്ന സമയത്ത് മറച്ചു വെക്കുന്നത് പോലെ നന്മ ചെയ്യുന്ന സമയത്താണ്, ഖുർആൻ ഓതുന്ന സമയത്ത് ആരെങ്കിലും കടന്നു വന്നാൽ ഖുർആൻ മറച്ചു വെക്കും എന്നുള്ളതാണ്. ആളുകൾ അതിന്റെ പേരിൽ പ്രശംസിച്ചിട്ട് തന്റെ നിയ്യത്ത് മാറിപ്പോകണ്ട എന്ന ചിന്തയിൽ. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹില്യത്തുൽ ഔലിയായിലാണ് വന്നത് എന്നാണ് എന്റെ ഓർമ്മ. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ഇബ്നു മുബാറക്കുമായി ഒരു മുൻഗാമികളിൽപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് പറയുന്നത്, ഞങ്ങൾ യുദ്ധത്തിന് പോയി. ഇബ്നു മുബാറക്കുമായി ഞങ്ങൾ യുദ്ധത്തിന് പോയി. അങ്ങനെ യുദ്ധത്തിന്റെ കളമെത്തിയപ്പോ, ശത്രുക്കളെ കണ്ടുമുട്ടിയപ്പോ, ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ ഞങ്ങളെ ദന്തയുദ്ധത്തിനു വേണ്ടി വെല്ലുവിളിച്ചു. ദന്തയുദ്ധം എന്ന് പറഞ്ഞാല് നേർക്ക് നേരുള്ള മൽപ്പിടുത്തത്തിനാണ്. ആദ്യം ഒറ്റക്കൊറ്റക്ക് നേരിട്ടിട്ടാണ് പിന്നെ കൂട്ടായിട്ടുള്ള യുദ്ധത്തേക്ക് കടക്കാം. അപ്പൊ ഒറ്റക്കൊറ്റക്കുള്ള യുദ്ധത്തിന് വേണ്ടി, ദന്തയുദ്ധത്തിന് ആരുണ്ട് എന്ന രൂപത്തിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വെല്ലുവിളിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്തായി, ദന്തയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചെന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ദന്തയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചെന്നു. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരാളെ എന്തായി, യുദ്ധം ചെയ്ത് മൽപിടുത്തം നടത്തി വധിച്ചു കളഞ്ഞു, കൊന്നു കളഞ്ഞു. എന്നാലോചിച്ച് നോക്കണം എത്ര കരുത്ത് വേണമെന്നുള്ളത്. നേർക്ക് നേരെ ദന്തയുദ്ധം ചെയ്ത് ഒരാളെ മലർത്തി അടിച്ചു വധിച്ചു കളയണമെങ്കിൽ എത്ര ധൈര്യവും അതുപോലെ തന്നെ അതിനുള്ള ശേഷിയൊക്കെ ആവശ്യമാണ്. അതിനുശേഷം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് രണ്ടാമതൊരാൾ വന്നു. ആ വ്യക്തിയെയും എന്തായി, മലർത്തിയടിച്ച് കൊന്നുകളഞ്ഞു. ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ആളെ കൊന്നുകളഞ്ഞു. മൂന്നാമതൊരാൾ വന്നു. ആ ഒരു വ്യക്തിയാണ് മൂന്നാളെ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. മൂന്നാളുകളെ. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കിയേ, മൂന്നാളുകളെ വധിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വസ്ത്രം കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. ഇതിന്റെ അവസാനം അദ്ദേഹം വസ്ത്രം കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ആ മഹാന്മാരിൽപ്പെട്ട വ്യക്തി പറയാണ്, മുൻഗാമികളിൽപ്പെട്ട ആ വ്യക്തി പറയാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയാണ്, ഞാൻ നേരെ ചെന്നു അദ്ദേഹത്തിന്റെ മുഖത്തെ വസ്ത്രം പിടിച്ച് വലിച്ചു മാറ്റി. അപ്പോ നോക്കുമ്പോ അതാരാണ്, ഇബ്നു മുബാറക് റഹിമഹുള്ളയായിരുന്നു. അദ്ദേഹം പറയാം, നിങ്ങളാണോ എന്നെ ചീത്തയാക്കുന്നത്, എന്റെ കൽബിനെ ചീത്തയാക്കുന്നത് എന്ന രൂപത്തിൽ ആ വാക്ക് ആ ആശയത്തിൽ ഇബ്നു മുബാറക് റഹിമഹുള്ള തിരിച്ചു പറയുന്നുണ്ട്. സാധാരണ നിലക്ക് ഒരാളെ മലർത്തിയടിച്ചാൽ അല്ലെങ്കിൽ ഒരാളെ നേരിടാൻ സാധിച്ചാൽ നമുക്കുള്ള അഭിമാനം എന്തായിരിക്കും? ആളുകൾ പ്രശംസിക്കാൻ കൊതിക്കും, ആളുകൾ നല്ലത് പറയാൻ കൊതിക്കും. ധീരനാണെന്നുള്ള പേര് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടാകൂല. ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണ്. തന്നെ ആരും തിരിച്ചറിയേണ്ട, തന്നെ ആരും മനസ്സിലാക്കേണ്ട എന്ന ധാരണയിൽ അദ്ദേഹം ഇത്രയും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മുഖം വസ്ത്രം കൊണ്ട് മറച്ചു പിടിച്ചിട്ട് അദ്ദേഹം യുദ്ധത്തിന്റെ ആ കൂട്ടത്തിലേക്ക് ലയിക്കാൻ തീരുമാനിക്കണം. ആ സമയത്താണ് മുഖത്ത് നിന്ന് വസ്ത്രം പിടിച്ചു മാറ്റിക്കൊണ്ട് ആളെ തിരിച്ചറിയുന്നത്. ഇബ്നു മുബാറക് റഹിമഹുല്ലാ. സൈനുൽ ആബിദീൻ അദ്ദേഹമാണെന്നാണ് എന്റെ ഓർമ്മ. സൈനുൽ ആബിദീൻ, മുൻഗാമികളിൽപ്പെട്ട സൈനുൽ ആബിദീൻ, അലി റളിയല്ലാഹുവിന്റെ മകനോ മറ്റോ സൈനുൽ ആബിദീൻ, അതോ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകനാണോ എന്നറിയില്ല. സൈനുൽ ആബിദീൻ അദ്ദേഹം വലിയ സ്വതക്കയുടെ ആളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോ ഒരുപാട് വീടുകളിൽ എന്തായി,
പെട്ടെന്ന് പട്ടിണിയായിപ്പോയി, അവര് എന്തായി, പ്രയാസത്തിലായിപ്പോയി. അപ്പോഴാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്, ഇത്ര കാലം ഞങ്ങൾക്ക് ഇത് എത്തിച്ചിരുന്നത്, ഞങ്ങൾക്കിത് തന്നിരുന്നത് ആരാണ്? സൈനുൽ ആബിദീൻ ആണ് ഞങ്ങൾക്കിത് രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഭക്ഷണത്തിന്റെ കിറ്റ് അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ സൗകര്യം ഞങ്ങൾക്ക് ആക്കി തന്നിരുന്നത് എന്ന് അദ്ദേഹം മരിക്കുമ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത്. ആ രൂപത്തിൽ ആർക്കാണോ കൊടുക്കുന്നത് അവർ പോലും അറിയാത്ത രൂപത്തിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. മരിച്ചു പോയപ്പോഴാണ് ആൾക്കാർ അത് തിരിച്ചറിയുന്നത്. ആ രൂപത്തിലായിരുന്നു മുൻഗാമികളായ ആളുകൾ എന്ത് ചെയ്തിരുന്നത്? അവരുടെ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. ഇഖ്ലാസിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവരെന്തായിരുന്നു? പേടിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലാണ്. ഇഖ്ലാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലുകളിൽ വേണ്ട നിബന്ധനയാണ്. അതില്ലാത്തിടത്തോളം എന്തൊക്കെ തന്നെ ഉണ്ടായിട്ടും നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കലും. നമ്മുടെ തഅലീമാണെങ്കിലും നമ്മുടെ ദർസുകളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും അത് സംഘടിപ്പിക്കലാണെങ്കിലും അതിലൊക്കെ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ സംഘടനകളൊക്കെ വിമർശിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ദർസുകൾ എന്ന രൂപത്തിൽ നമ്മുടെ നിയ്യത്തിനെ മാറിപ്പോകുന്ന അവസ്ഥ എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പരിശോധിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മത്സരം ആകുന്ന രൂപത്തിലോ തോൽപ്പിക്കണം എന്ന നിയ്യത്ത് വരുന്ന രൂപത്തിലോ സ്വാഭാവികമായിട്ടും ശൈത്താൻ നന്മ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിക്കും. നമ്മളത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്, അവിടെ ദർസ്, അത് നമുക്ക് ഒരു നല്ല രൂപത്തിൽ നല്ലൊരു നിയ്യത്തിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അതിലപ്പുറം എപ്പോഴും നമ്മുടെ നിയ്യത്ത് മാറിപ്പോകുന്നതിനെ നമ്മളെന്താവണം? സൂക്ഷിക്കുക. ഞങ്ങളുടെ മസ്ജിദ്, അവിടുത്തെ ദർസ്, ആ രൂപത്തിലൊക്കെ വേറൊരു തലത്തിലേക്ക് നമ്മുടെ നിയ്യത്ത് മാറിപ്പോകുന്നതിനെ നമ്മളെന്താവണം? സൂക്ഷിക്കണം. എത്ര ദർസ് നടത്തിയാലും എത്ര ക്ലാസ് നടത്തിയാലും എത്ര നമ്മൾ ഘോരഘോരം സംസാരിച്ചാലും എന്ത് ദഅവത്ത് നടത്തിയാലും എത്രയൊക്കെ തന്നെ പരിശ്രമിച്ചാലും എന്തൊക്കെ തന്നെ ചെയ്താലും ഇഖ്ലാസ് ഇല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ സ്വീകരിക്കില്ല. ഇതാണ് ഒന്നാമത്തേത്. വഹുസ്നി ഇബാദത്തിക എന്ന് പറഞ്ഞതിന്റെ ഒന്നാമത്തെ അർത്ഥം അതാണ്. രണ്ടാമത്തേതോ, ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം പോരാ, എന്തും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ചെയ്യണം. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അതുപോലെ ചെയ്യണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ ദീനിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം ചെയ്താൽ അതെന്താണ്? തള്ളപ്പെടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം, അതെന്ത് ദിക്റാണെങ്കിലും എന്ത് ദഅവത്താണെങ്കിലും അത് എന്ത് തന്നെയായ നിസ്കാരാവട്ടെ നോമ്പാകട്ടെ എന്താകട്ടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം അത് പുതുതായി ദീനിൽ ഉണ്ടാക്കുക എന്നത് എന്താണ്? മർദൂദാണ്, തള്ളപ്പെടുന്ന കാര്യമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും അമലായി ചെയ്താൽ അതെന്താണ്? തള്ളപ്പെടുന്നതാണ് എന്ന് ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല പറയുന്നതായി കാണാൻ സാധിക്കും. ആദ്യത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? ആരെങ്കിലും ദീനിൽ പുതുതായൊരു കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ്. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ എന്താ ഉള്ളത്? ആരെങ്കിലും പുതുതായൊരു കാര്യം അമലായി ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. ഇവിടെ ഈ ഹദീസ് പരസ്പര പൂരകങ്ങളാണ്. ചില ആളുകൾ വാദിക്കാറുണ്ട്, ഞങ്ങൾ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞങ്ങൾ ചെയ്തു എന്നല്ലേ ഉള്ളൂ, ആരൊക്കെയോ മുൻപുള്ള ആൾക്കാർ ഉണ്ടാക്കി, ഞങ്ങൾ ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ എന്ന് ന്യായീകരിക്കാറുണ്ട്. അതിനുള്ള റദ്ദാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ അമില അമലൻ, ആരെങ്കിലും ചെയ്താൽ തന്നെയും പുതുതായൊരു കാര്യം സ്വന്തം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത് ചെയ്താൽ തന്നെയും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായോ? ഒന്നാമത്തെ ഹദീസിൽ എന്താ പറഞ്ഞത്? ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ. അതിന്റെ മറ്റൊരു റിവായത്തിൽ എന്താ ഉള്ളത്? ആരെങ്കിലും അമലായി ചെയ്താൽ. അപ്പൊ പുതുതായി ഉണ്ടാക്കണമെന്നില്ല, നമ്മളായിട്ട് ഉണ്ടാക്കണമെന്നില്ല, ആരെങ്കിലും ഉണ്ടാക്കി വെച്ചത് നമ്മൾ ചെയ്താലും മതി. അതെന്താണ്? റദ്ദുൻ, തള്ളപ്പെടേണ്ടതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോ ഈ രണ്ട് ഷർത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തേത് ഇഖ്ലാസ്, രണ്ടാമത്തേത് ഇത്തിബാഉ റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പോലെയായിരിക്കണം നമ്മൾ അമലുകൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് ഏതായിരുന്നാലും ശരി. നമ്മുടെ ദഅവത്ത്, പലപ്പോഴും പല ആളുകളും ഈ ദഅവത്തിനൊക്കെ ഒരു ഇബാദത്തായി കാണുന്നില്ല എന്ന് തോന്നിപ്പോ.
എല്ലാ വിഷയത്തിലും ഇഖ്ലാസും ഇത്തിബാഉം പറയുന്ന ആളുകൾ, അല്ലെ? ബിദ്അത്തിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ, ബിദ്അത്തിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ, അമലുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകൾ ദഅവത്തിന്റെ വിഷയത്തിൽ വരുമ്പോ, പ്രബോധനത്തിന്റെ വിഷയത്തിൽ വരുമ്പോ അവിടെ ദഅവത്തിനൊരു ഇബാദത്തായി കാണാത്തതുപോലെ സ്വന്തം നിലയിൽ പുതിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ദഅവത്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോ ശ്ലോകങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അന്നതില്ലാത്തത് കൊണ്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ പറയപ്പെട്ട ഇഞ്ചീലും അതുപോലുള്ളതെല്ലാം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതൊന്നും ഉദ്ധരിച്ച് ദഅവത്ത് ചെയ്യേണ്ട ആവശ്യം എന്തായിട്ടില്ല, വന്നിട്ടില്ല. ദഅവത്തിന് അതൊരു അനിവാര്യതയേ അല്ല. എന്നാൽ മുൻഗാമികളായ ആളുകൾ, ഖുർആനും സുന്നത്തും നല്ല രൂപത്തിൽ പഠിച്ച ആളുകൾ റദ്ദ് ചെയ്യാനായിട്ട് ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകൾ ഇതുപോലുള്ളതൊക്കെ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. എന്നതല്ലാതെ ദഅവത്തിന് വേണ്ടി ഇതെല്ലാം അനിവാര്യമാണ് എന്ന ചിന്താഗതി വളരെ അപകടകരമായ കാര്യമാണ്. അതുപോലെ തന്നെ ദഅവത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളെ പോലും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ച് ആ രൂപത്തിൽ അവരെ കൊണ്ട് അവരുടെ ആശയങ്ങൾ പറയിപ്പിച്ച് ദഅവത്ത് ചെയ്യുക എന്നൊരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. റസൂലിന്റെ കാലത്തും ഈ പറയപ്പെട്ട മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ജൂതന്മാരും നസ്രാനികളും തീയിനെ ആരാധിക്കുന്നവരും മതനിരാസകരും എല്ലാവരും ഉണ്ടായിരുന്നു. തത്വചിന്തകൾക്ക് പിന്നാലെ പോയിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലൊരു ദഅവ നമുക്ക് കാണിച്ച് തന്നിട്ടില്ല. ദഅവത്തും ഇബാദത്താണ്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏത് ഇബാദത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് വഹുസ്നി ഇബാദതിക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഹദീസിലേക്ക് തിരിച്ചു വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട്, മുആദേ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് ആവർത്തിച്ച് 2 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എല്ലാ നിസ്കാരത്തിന്റെയും പുറകിലായിക്കൊണ്ട് നീ ഇത് ചൊല്ലുന്നത് നീ മറക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. എന്ന് ഏത് ചൊല്ലുന്നത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അതിന്റെ അർത്ഥമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഒന്നുകൂടി അർത്ഥം പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, എന്നെ നീ സഹായിക്കണമേ, അലാ ദിക്രിക, അല എന്ന് പറഞ്ഞാൽ മേൽ, അലാ ദിക്രിക, നിനക്ക് ദിക്ർ ചെയ്യുന്നതിന്റെ മേൽ, നിനക്ക് ദിക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ, വശുക്രിക, നിനക്ക് നന്ദി ചെയ്യാനും, വഹുസ്നി ഇബാദതിക, ഏറ്റവും ഹുസ്ന ആയ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ. എന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, ഇഖ്ലാസോടുകൂടെ ഇത്തിബാഅോടുകൂടെ ഇബാദത്ത് ചെയ്യാനും എന്നെ നീ സഹായിക്കണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈപിടിച്ച് സ്നേഹം അറിയിച്ച് ഒഴിവാക്കരുത്, ഒരിക്കലും ഒഴിവാക്കരുത്. ലാ തദഅന്ന എന്നാണ് പറഞ്ഞത്, അല്ലെ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാ തദ എന്നല്ല പറഞ്ഞത്. ലാ തദ എന്ന് പറഞ്ഞാൽ നീ ഒഴിവാക്കരുത് എന്നാണ് അർത്ഥം. ഇവിടെ എന്താ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്? ലാ തദഅന്ന. അതിനർത്ഥം ഒന്നും കൂടി കൂടും, അല്പം കട്ടി കൂടും. ലാ തദഅന്ന, നീ ഒഴിവാക്കാനേ പാടില്ല, ഒരിക്കലും നീ ഒഴിവാക്കരുത്, ഈ ദിക്ർ നീ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. നിസ്കാര ശേഷം ഈ ദിക്ർ ചെയ്യാൻ നമ്മൾ എന്താവണം? ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം. അർത്ഥം ആലോചിച്ചുകൊണ്ട് തന്നെ ഇത് നിർവഹിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളത്. നമ്മൾ സൂറത്തുൽ ഫലഖിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞില്ലേ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം, ദിക്റുകൾ ഫലം ചെയ്യുന്നതും ദിക്റുകൾ ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? നമ്മളതിന് അർത്ഥറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ്. അർത്ഥറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് ദിക്റുകൾ ഫലം ചെയ്യുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉ വദ്ദവായിൽ പറയുന്നുണ്ട്, ദുആഉം ദിക്റും തീർച്ചയായും ഫലം ഉണ്ടാകും, അതിന്റെ നേട്ടം അനുഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഏതുപോലെയാണ്? ദുർബലമായ ഒരു വില്ലിൽ നിന്ന് അമ്പെയ്താൽ ആ അമ്പ് എങ്ങനെയാ പോവുക? ലക്ഷ്യസ്ഥാനത്തെത്തോ? ഇല്ല എന്നുള്ളത് പോലെ തന്നെ ദുർബലമായ മാനസികാവസ്ഥയിൽ നിന്ന്, യഖ്ളത്തില്ലാതെ, ഉറങ്ങിയ മനസ്സിൽ നിന്ന്, അർത്ഥറിയാതെ, ആശയം ഉൾക്കൊള്ളാതെ നമ്മൾ ദിക്ർ ചെയ്യുമ്പോൾ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദുആ എന്നുള്ളത് അമ്പാണ്.
ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്ന സഹമാണ് ദുആ, ദിക്റും. പക്ഷെ ദുർബലമായ ഖൗസിൽ നിന്നാണ് അത് പോകുന്നതെങ്കിൽ, ദുർബലമായ ആളിൽ നിന്നാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ സ്വാഭാവികമായും അത് ലക്ഷ്യസ്ഥാനത്തെത്തൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആശയം ഉൾക്കൊണ്ട്, അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദിക്ർ ചെയ്യൽ അനിവാര്യമാണ്. അർത്ഥം നമ്മൾ ഓരോ ദിക്റിന്റെയും പഠിക്കണം. ഈ ദിക്റിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരത്തിലെ ദിക്റിന്റെ അർത്ഥം നമുക്കത് അറിയില്ല എന്ന് പറയൽ എന്താണ്, അത് വലിയ ന്യൂനതയാണ്. 5 നേരത്തെ നിസ്കാരത്തിലെ ദിക്റിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും അറിയാതെയാണ് നമ്മളത് നിർവഹിക്കാന്ന് പറയുന്നതിനേക്കാൾ നഷ്ടം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പരാജയം എന്തുണ്ടെന്ന് ചോദിക്കുന്ന രൂപത്തിൽ അത്രയും മോശമായിട്ടുള്ള കാര്യമാണ് നിസ്കാരത്തിലെ ദിക്റുകളുടെ അർത്ഥം നമുക്ക് അറിയാതിരിക്കുക എന്നുള്ളത്. അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ നിസ്കാരത്തിലെ ഓരോ ദിക്റിന്റെയും അർത്ഥം നമ്മൾ എന്താവണം, പഠിക്കുകയും ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ തന്നെ നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, ധാരാളമായി ദിക്ർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.